ഓസ്ട്രിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഷാ ടെസ്റ്റുകൾക്ക് A1, A2, B1, B2 എന്നീ മൊഡ്യൂളുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപകമാകുന്നു. വ്യാജ റിക്രൂട്ട്മെൻറ്റും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള UAE കേന്ദ്രീകരിച്ചുള്ള അനധികൃത റിക്രൂട്ട്മെൻറ്റും ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പും വ്യാപകമാകുന്നു. ഇതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തും അനധികൃത റിക്രൂട്ട്മെൻറ്റ്, വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. 2024 മാത്രം ഈ ഗണത്തിൽ ഉൾപ്പെടുന്ന 1300 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പൊതുബോധം ഉയർത്താൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാനും കുറ്റകൃത്യങ്ങൾ വ്യാപിക്കാതിരിക്കാനും നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ച കാര്യം ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. നിലവിലെ NRI പോലീസ് സെല്ലിന് ഉപരിയായി പ്രവാസികൾക്ക് നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിലെയും പ്രവാസികൾക്ക് ഈ സംവിധാനം വഴി കേസ് രജിസ്റ്റർ ചെയ്യാൻ അവസരം ഒരുക്കുന്നതാണ്. പ്രവാസികളുടെ സുരക്ഷിതത്വ കാര്യങ്ങൾ ഗൗരവപൂർവ്വമാണ് സർക്കാർ പരിഗണിക്കുന്നത്. സുരക്ഷിത പ്രവാസം സംബന്ധിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കാം. ഒരു ഹൈപ്പവർ കമ്മിറ്റി തന്നെ അതിനുവേണ്ടി രൂപീകരിക്കുകയും ചെയ്യാം. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ അംഗങ്ങളായുള്ള ഈ ഹൈപ്പവർ കമ്മിറ്റി മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും.